ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ ഡിഫറൻഷ്യബിലിറ്റി എന്ന സെക്ഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷനും കുറേ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവും ഒക്കെ നമ്മൾ 11th പഠിച്ചതാണ്. അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. കൂടാതെ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം എന്നും കൂടിയാണ് പഠിക്കുന്നത്. 11th പഠിച്ച ചില റിസൾട്ടാണ് എഫ് ഡാഷ് സി, അതായത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു സി എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത് എന്നുള്ളത്. എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നതിന് റെപ്രസെൻറ്റേഷനാണ് എഫ് ഡാഷ് സി, അല്ലെങ്കിൽ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു സി എന്നും പറയാം. അതെന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ഡെറിവേറ്റീവ് ഓഫ് എഫും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? എഫ് ഡാഷ് എക്സ് ആണ്, ഓർ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, അതും അല്ലെങ്കിൽ വൈ ഡാഷ്. ഈ റെപ്രസെൻറ്റേഷനൊക്കെ കൊടുക്കാം. എഫ് ഡാഷ് എക്സും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഈ ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ പെർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇഫ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്, then we say that the function is not differentiable at x is equal to c. അപ്പോൾ a function f is differentiable at x equal to c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് h tends to 0 മൈനസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് ആൻഡ് ലിമിറ്റ് h tends to 0 പ്ലസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് ആർ ഫൈനൈറ്റ് ആൻഡ് ഈക്വൽ. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫൈനൈറ്റ് ആയിരിക്കണം, അതുപോലെ ഈക്വൽ ആയിരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ആ കേസിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി ഡിഫറൻഷ്യബിൾ ഇൻ ആൻ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇഫ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഡിഫറൻഷ്യബിൾ ഓൺ ദാറ്റ് ഇൻ്റർവെൽ. ഇനി കുറച്ച് റിസൾട്ട്സ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡെറിവേറ്റീവ് ഓഫ് യു പ്ലസ് വി, ഡെറിവേറ്റീവ് ഓഫ് യു പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വി, ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് വി, ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ഡെറിവേറ്റീവ് ഓഫ് വി. യു വി എന്നൊക്കെ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് യു വി ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് plus second function into derivative of first. Next one, derivative of u by v, that is a quotient rule. V into du by dx minus u into dv by dx divided by v square. നെക്സ്റ്റ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും നന്നായിട്ട് പഠിക്കുക. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0. ഇനി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവാണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സിക്സ് സ്ക്വയർ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. നെക്സ്റ്റ് അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 ബൈ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ 1, ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ്, ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1 ബൈ 2 റൂട്ട് എക്സ്. ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്, നന്നായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഒരു തിയറമാണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആവുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? കണ്ടിന്യൂസും ആയിരിക്കും. അതായത് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. ഇതാണ് തിയറം പറയുന്നത്. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു അറ്റ് എക്സ് ഈക്വൽ ടു സി, ദാറ്റ് ഈസ് എഫ് ഡാഷ് സി എക്സിസ്റ്റ്.
എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് എക്സിസ്റ്റ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്നാണ്. ദാറ്റ് ഈസ് ടു പ്രൂവ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. Okay, now consider limit x tends to c f of x minus f of c. ഞാൻ ഒന്നുകൂടെ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. എക്സ് മൈനസ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യുന്നു. എക്സ് മൈനസ് സി എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. എക്സ് ടെൻസ് ടു സി ആണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യാം. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. എക്സ് ടെൻസ് ടു സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു സി പ്ലസ് എച്ച് വേർ എച്ച് ടെൻസ് ടു 0. അപ്പോൾ ഞാൻ ഇവിടെ എക്സിന് സി പ്ലസ് എച്ച് കൊടുക്കുകയാണ്. അപ്പോഴെന്താ കിട്ടുന്നത്? എക്സ് എന്നുള്ളത് സി പ്ലസ് എച്ച് ആകുമ്പോൾ, അതുപോലെ എക്സ് ടെൻസ് ടു സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എച്ച് ടെൻസ് ടു 0 ആണ്. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ സി പ്ലസ് എച്ച് മൈനസ് സി. ഇവിടെയും സി പ്ലസ് എച്ച് മൈനസ് സി. അപ്പോൾ ഇവിടെ വരെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എച്ച്. അപ്പോൾ ഈ ഫസ്റ്റ് വൺ എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എച്ച്, ദാറ്റ് ഈസ് എഫ് ഡാഷ് സി ഇൻറ്റു. ഇനി നമുക്ക് ഇത് എഫ് ഡാഷ് സി ആയി എച്ച് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? 0 ഇൻറ്റു എ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് 0. അപ്പോൾ നമുക്ക് കിട്ടുക ഈ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കതിനെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി തന്നെയാണ്, അതിന് വ്യത്യാസം വരില്ല. ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്കൊരു പുതിയ റിസൾട്ടും കൂടെ കിട്ടി. എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും എന്നർത്ഥം. അപ്പം നമുക്കൊരു സംശയം വന്നു, അത് തിരിച്ചും ട്രൂ ആണോ അല്ലയോ എന്നുള്ളത്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ ശ്രദ്ധിക്കുക. എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ഗിവ് ആൻ എക്സാമ്പിൾ. അതിൻ്റെ കോൺവേഴ്സ് എപ്പോഴും ശരിയാവണം എന്നില്ല. അതിനൊരു എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ. So consider the function f of x is equal to modulus of x. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഗ്രാഫ് ഓർക്കുന്നുണ്ടല്ലോ. ഇനി ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അത് നോക്കാം നിങ്ങൾക്ക്. സോ വി ഹാവ് എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മളിത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്, ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നുള്ളത്. നമുക്കറിയാം, ഒരു 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ചെറിയ പ്രത്യേകത നമുക്കറിയാം. അതുകൊണ്ട് ആ പോയിന്റാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഡെറിവേറ്റീവ് എഫ് ഡാഷ് സി. സോ എഫ് ഡാഷ് 0 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കും എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഈ ലിമിറ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫൈനൈറ്റും ഈക്വലും ആവുമ്പോൾ. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതിലൂടെ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. Modulus of x is equal to minus x if x is less than 0 and equal to x if x is greater than or equal to 0. ഞാൻ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് ടെൻസ് ടു 0 മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ദാൻ 0 വരുന്ന കേസാണ് അവിടെ വരിക. അപ്പോൾ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എച്ച് എന്താവും? മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0. ഇവിടെ നോക്കൂ, എക്സ് ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്കും ഇവിടെ മോഡുലസ് ഓഫ് എക്സ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 0 0 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ മൈനസ് എച്ച് ബൈ എച്ച് വരും, ദാറ്റ് ഈസ് -1. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച്. എച്ച് ടെൻസ് ടു 0 പ്ലസ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0യുടെ കേസ് മോഡുലസ് ഓഫ് എക്സ് എക്സ് ആണ്. സോ മോഡുലസ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് വരും. So h minus 0 divided by h equal to 1. So left limit not equal to right limit. അപ്പോൾ അതിനർത്ഥം എന്താണ്? So the function is not differentiable at x equal to 0. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫങ്ഷൻസ്. അപ്പോൾ കോമ്പോസിറ്റ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. കൺസിഡർ ദ ഫംഗ്ഷൻ y is equal to 3x plus 5 the whole square. ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നത് 3x plus 5 the whole square ആണ്. അപ്പോൾ ലെറ്റ് g of x is equal to x square and h of x is equal to 3x plus 5. ദെൻ കോമ്പോസിഷൻ ഫംഗ്ഷൻ നോക്കാം നമുക്ക്. g കോമ്പോസിഷൻ h of x is equal to g of h of x. So g of 3x plus 5.
ജി ഓഫ് എക്സ് എന്തായിരുന്നു എക്സ് സ്ക്വയർ. അപ്പോൾ ജി ഓഫ് 3x + 5 എന്താവും 3x + 5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്, കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമുക്ക് 11th പഠിച്ചത് പ്രകാരം പെട്ടെന്ന് സാധിക്കില്ല. പക്ഷേ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡെറിവേറ്റീവ് കാണാം. ഇത് a + b ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും, 9 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, അപ്പോൾ 18x + 30 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് 1, 30 ഇൻറ്റു 1 30. ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്കിവിടെ 6 ഔട്ട് സൈഡിലെടുക്കാം. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു ഇതിന്. 6 ഇൻറ്റു 3x + 5 2 ഇൻറ്റു 3x + 5 ഇൻറ്റു 3 എന്ന് എഴുതി. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പ്രോബ്ലം വരുന്ന ഈ 3x + 5 ആണ്. എക്സ് സ്ക്വയറോ അല്ലേ, നമുക്ക് എക്സ് സ്ക്വയർ ആകുമ്പോൾ 2x വളരെ ഈസി ആയിട്ട് പറയാം. എക്സിന് പകരം ഇവിടെ 3x + 5 വന്നതാണ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ 3x + 5 ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ പുട്ട് 3x + 5 ഈസ് ഈക്വൽ ടു t. അപ്പോൾ നമ്മുടെ y എന്തായിട്ട് മാറി, t². t എന്തായിരുന്നു 3x + 5. അപ്പോൾ ഈ ഫംഗ്ഷന് ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്ന y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഞാൻ അതിനെ y-നെ ഫംഗ്ഷൻ ഓഫ് t ആക്കി. t എന്തായി, ഫംഗ്ഷൻ ഓഫ് എക്സ് ആയി. ഇനി ഇപ്പം y ഫംഗ്ഷൻ ഓഫ് t ആയതുകൊണ്ട് നമുക്ക് ഏത് കണ്ടുപിടിക്കാം, dy/dt. അപ്പോൾ 2t, അതായത് 2 ഇൻറ്റു 3x + 5. ഇനി t എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയതുകൊണ്ട് dt/dx കാണാം. സോ ദ ആൻസർ ഈസ് 3. ഇനി ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. dy/dt ഇൻറ്റു dt/dx. അപ്പോൾ നമുക്ക് ഏതാണ് കിട്ടുന്നത്, 2 ഇൻറ്റു 3x + 5 ഇൻറ്റു 3. നമ്മൾ നേരത്തെ dy/dx എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ dy/dx എന്താണെന്ന് നമുക്ക് മനസ്സിലായി. dy/dx ഈസ് സെയിം ആസ് dy/dt ഇൻറ്റു dt/dx. അപ്പോൾ y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് t എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ dy/dx ഈസ് സെയിം ആസ് dy/dt ഇൻറ്റു dt/dx. ഇതിനാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ മെത്തേഡിലേക്കും പോകണമെന്നില്ല. അതിനേക്കാൾ ഈസിയായ മറ്റൊരു മെത്തേഡ് ഞാൻ പറയാം, ഇവിടെ ശ്രദ്ധിക്കുക. y ഈസ് ഈക്വൽ ടു 3x + 5 ദ ഹോൾ സ്ക്വയർ. അപ്പം നമ്മൾ ഇത് y എന്തായിട്ട് വിചാരിക്കുക, x² ആണെങ്കിൽ. x² ആണെങ്കിൽ ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ 2x. പക്ഷെ എക്സ് അല്ലല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് നോക്കുക. dy/dx ഈസ് സെയിം ആസ്, ഇത് x² ആണെന്ന് വിചാരിക്കുമ്പോൾ 2x വരും. x എന്ന് പറഞ്ഞാൽ ഇവിടെ 3x + 5 ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ 2 ഇൻറ്റു 3x + 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x + 5. അപ്പോൾ കണ്ടോ, നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു 3x + 5 ഇൻറ്റു 3, ദാറ്റ് ഈസ് 6 ഇൻറ്റു 3x + 5. അപ്പോൾ നമുക്ക് dy/dx ഈ ഒരു മെത്തേഡിലും കാണാം. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ആ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നോക്കാം. നെക്സ്റ്റ് ഫംഗ്ഷൻ sin x². അപ്പോൾ sin x ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക. sin x ആയിരുന്നുവെങ്കിൽ ഡെറിവേറ്റീവ് എന്താവും, cos x. അപ്പോൾ sin x² ഡെറിവേറ്റീവ് cos x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x². സോ cos x² ഇൻറ്റു 2x, ദാറ്റ് ഈസ് 2x cos x². ഇത് cos sin x. അപ്പോൾ നമ്മളിത് cos x ആണെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. cos x ആയിരുന്നുവെങ്കിൽ ആൻസർ വരിക മൈനസ് sin x ആണ്. സോ cos sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, മൈനസ് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x, ദാറ്റ് ഈസ് മൈനസ് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x എന്താണ്, cos x. അടുത്തത് sin ax + b. sin x ആണെന്ന് വിചാരിച്ച് ചെയ്യുക. സോ cos ax + b ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ax + b. സോ cos ax + b ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ax + b എന്താണ്, a കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡിലെടുക്കാം. സോ ഡെറിവേറ്റീവ് ഓഫ് x വരും. സോ a ഇൻറ്റു 1a + b എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് b 0. അടുത്ത ക്വസ്റ്റ്യൻ, സീക്ക് tan √x. ഇത് സീക്ക് x ആണെന്ന് വിചാരിച്ച് ചെയ്യാം. സീക്ക് x ആയിരുന്നുവെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് x tan x. അപ്പോൾ സീക്ക് tan √x എന്ത് വരും, സീക്ക് tan √x ഇൻറ്റു tan √x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് tan √x. അപ്പോൾ സീക്ക് tan √x tan √x ഇൻറ്റു, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് tan √x. അത് നമ്മൾ tan x ആണെന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പോൾ tan x ആയിരുന്നുവെങ്കിൽ ആൻസർ എന്താ വരിക, sec²x. അപ്പോൾ tan √x-ൻ്റെ ഡെറിവേറ്റീവ് sec² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് √x. ഇനി ഡെറിവേറ്റീവ് ഓഫ് √x എന്താണ്, 1/2 √x. ഈ രീതിയിൽ വേണം പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. sin ax + b ഡിവൈഡഡ് ബൈ cos cx + d. ഇത് കാണുമ്പോഴേ അറിയാം ഏത് റൂൾ യൂസ് ചെയ്യണം, കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്തായിരുന്നു, d/dx ഓഫ് u/v.
v into du by dx minus u into dv by dx divided by v square. അപ്പോൾ ചെയ്ത് നോക്കാം. cos cx plus d into derivative of sin ax plus b minus sin ax plus b into derivative of cos cx plus d divided by cos cx plus d the whole square. That is cos cx plus d into ഇനി ഡെറിവേറ്റീവ് ഓഫ് sin ax plus b. sin ax plus b എന്ന് sin x ആണെന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പോൾ cos ax plus b into ഡെറിവേറ്റീവ് ഓഫ് ax plus b. ഡെറിവേറ്റീവ് ഓഫ് ax plus b എന്താണ്? a മൈനസ് sin ax plus b into ഡെറിവേറ്റീവ് ഓഫ് ഇത് cos cx plus d cos x ആണെന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പോൾ മൈനസ് sin cx plus d into ഡെറിവേറ്റീവ് ഓഫ് cx plus d that is c divided by cos cx plus d the whole square or cos square cx plus d. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. cos x cube into sin square x raised to 5. അപ്പോൾ ഇതേത് റൂൾ യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ എന്താ വരിക? പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? u ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ cos x cube ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x ക്യൂബ്. അപ്പോൾ cos x ക്യൂബ് ഇൻറ്റു ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ആണ് കാണേണ്ടത്. സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് റൈസ് ടു 5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതേത് ഫോമിലാണ് ഉള്ളത്? എക്സ് സ്ക്വയർ ഫോം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് റൈസ് ടു 5 ദ ഹോൾ സ്ക്വയർ ഈസ് 2 ഇൻറ്റു സൈൻ എക്സ് റൈസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് റൈസ് ടു 5 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ക്യൂബ്. അതെന്താണെന്ന് വിചാരിച്ച് ചെയ്യുക? കോസ് എക്സ് ആണെന്ന് വിചാരിച്ച് ചെയ്യുക. സോ മൈനസ് സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ ഇനി ഇവിടെ വരേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് റൈസ് ടു 5 ആണ്. അത് സൈൻ എക്സ് ആണെന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പോൾ കോസ് എക്സ് റൈസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 5. ഇവിടെ മൈനസ് ഉണ്ട്, ഈ ക്വാണ്ടിറ്റി മൈനസ് വരും, അതുകൊണ്ട് ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താണ്? 3x സ്ക്വയർ. ഇനി ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 5 5x റൈസ് ടു 4. ഇവിടെ 5 ഇൻറ്റു 2 10 നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. എക്സ് റൈസ് ടു 4ഉം. സോ 10x റൈസ് ടു 4 ഇൻറ്റു കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് റൈസ് ടു 5 ഇൻറ്റു കോസ് എക്സ് റൈസ് ടു 5. ദെൻ നെക്സ്റ്റ് മൈനസ് ഇവിടെ 3x സ്ക്വയർ ഫസ്റ്റ് എഴുതി. 3x സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു സൈൻ എക്സ് ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ് റൂട്ട് എക്സ് ആണ്, അത് കോസ് എക്സ് ആണെന്ന് വിചാരിച്ച് ചെയ്യാം. സോ ഡെറിവേറ്റീവ് വരിക കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ദാറ്റ് ഈസ് മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? 1/2 റൂട്ട് എക്സ്. Next question, prove that the function f given by f of x is equal to modulus of x minus 1, x belongs to R is not differentiable at x equal to 1. അപ്പോൾ നമുക്കിവിടെ എഴുതാം. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഓർത്തിട്ട് എഴുതുക. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഇഫ് എക്സ് മൈനസ് 1 ഈസ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് മൈനസ് 1 ഇഫ് എക്സ് മൈനസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഡെഫിനിഷൻ എഴുതാം. വി ഹാവ് എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്. ദാറ്റ് ഈസ് എഫ് ഡാഷ് 1 ഈസ് ഈക്വൽ ടു, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1ൻ്റെ കേസിലാണ്, അതുകൊണ്ട് എഫ് ഡാഷ് 1 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ എച്ച് ടെൻസ് ടു 0 മൈനസ് ആണ്. അപ്പോൾ ലെസ് ദാൻ 0 വരുന്ന കേസിൽ ഫംഗ്ഷൻ എന്താണ്? മൈനസ് ഓഫ് എക്സ് മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് മൈനസ് ഓഫ് എക്സ് മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്ത് വരും? മൈനസ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് 1 മൈനസ് എഫ് ഓഫ് 1 എന്താണ്? ഇത് 1 വരുന്ന കേസിൽ എന്താണ് വരിക? എക്സ് എക്സ് മൈനസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് വരിക. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ 1 മൈനസ് 1 വരും ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ നമുക്കിവിടെ 1ഉം -1ഉം ക്യാൻസൽ ചെയ്ത് മൈനസ് എച്ച്
minus 0, that is minus h by h. h cancel ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ -1 കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് കിട്ടുക എന്താണ്? -1. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് f ഓഫ് 1 പ്ലസ് h മൈനസ് f ഓഫ് 1 ഡിവൈഡഡ് ബൈ h. h ടെൻസ് ടു 0 പ്ലസ് ആണ്. അപ്പോൾ സെക്കൻഡ് കേസാണ് ഇവിടെ വരിക. അപ്പോൾ എന്താണ്? f ഓഫ് x x മൈനസ് 1 ആകുമ്പോൾ f ഓഫ് 1 പ്ലസ് h എന്ത് വരും? 1 പ്ലസ് h മൈനസ് 1 വരും. മൈനസ് ഇത് 1 മൈനസ് 1 ദാറ്റ് 0. അപ്പോൾ 1 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് h ബൈ h കിട്ടും, 1 കിട്ടും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് -1 ആണ്, റൈറ്റ് ലിമിറ്റ് എന്താണ്? 1 ആണ്. സോ ലിമിറ്റ് ഈക്വലായിട്ട് വരുന്നില്ല. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം എന്താണ്? f-1 does not exist. Hence the function is not differentiable at x is equal to 1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x is equal to സ്ക്വയർ ബ്രാക്കറ്റ് x 0 less than x less than 2 is not differentiable at x equal to 1. സ്ക്വയർ ബ്രാക്കറ്റ് x ഓർമ്മയുണ്ടല്ലോ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓർ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്ക്വയർ ബ്രാക്കറ്റ് x is the greatest integer less than or equal to x. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ f' എഴുതി, f'1 എഴുതി. നമുക്കിനി ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് f ഓഫ് 1 പ്ലസ് h മൈനസ് f ഓഫ് 1 ഡിവൈഡഡ് ബൈ h. അപ്പോൾ h ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ h എടുക്കുന്ന വാല്യൂസ് ലെസ് ദാൻ 0 ആണ്. അപ്പം നെഗറ്റീവ് വരും അല്ലേ. അപ്പോൾ 1 പ്ലസ് h എന്താവും? 1 മൈനസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി വരും, അതായത് 0.something വരും. അപ്പോഴത്തേക്കും സ്ക്വയർ ബ്രാക്കറ്റ് 1 പ്ലസ് h എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 0. നേരത്തെ പഠിച്ച ഓർമ്മയില്ലേ? 0നും 1നും ഇടയിൽ വരുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 0ലേക്കാണ് അത് പോവുക. 1 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നോട്ട് എക്സീഡിങ് ദാറ്റ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ 0 മൈനസ് 1 ഡിവൈഡഡ് ബൈ h. ഇവിടെ h എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നെഗറ്റീവ് ബൈ നെഗറ്റീവ് അത് പോസിറ്റീവ് ആവും. പിന്നെ 1 ബൈ h വരും. 1 divided by a very small quantity that becomes a very large number, so it becomes infinity. റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് f ഓഫ് 1 പ്ലസ് h മൈനസ് f ഓഫ് 1 ഡിവൈഡഡ് ബൈ h വരും. അപ്പോൾ f ഓഫ് 1 പ്ലസ് h എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് 1 പ്ലസ് h ആണ് വരിക. അപ്പോൾ 1.something സ്ക്വയർ ബ്രാക്കറ്റ് ആണ് വരിക. സോ ദ ആൻസർ ഈസ് 1. 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ h വരും. സോ 0 ഡിവൈഡഡ് ബൈ h. h ടെൻസ് ടു 0 ആണ്. എച്ചിന് നമ്മളിവിടെ ഡയറക്റ്റ് 0 കൊടുക്കുകയല്ല വേണ്ടത്. 0 ഡിവൈഡഡ് ബൈ എ നോൺ സീറോ നമ്പർ. 0 ഡിവൈഡ് ബൈ നോൺ സീറോ നമ്പർ എന്താണ്? 0. അപ്പോൾ എന്താണ്? ബോത്ത് ദ ലിമിറ്റ്സ് ആർ നോട്ട് ഈക്വൽ. ഇത് ഫൈനൈറ്റും അല്ല അല്ലേ ഈ കേസ്. ഓക്കെ. അപ്പോൾ ഏത് എക്സിസ്റ്റ് ചെയ്യില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0 f of 1 plus h minus f of 1 divided by h does not exist. Hence the function is not differentiable at x equal to 1.